നമ്മുടെ ജീവിതത്തിലെ പ്രധാന ഘടകമാണ് പണം. നമുക്കെന്തുണ്ടെന്ന് പറഞ്ഞാലും പൈസ ഇല്ലെങ്കിൽ നമുക്കൊരു വിലയുണ്ടാകില്ല. സമ്പത്തുണ്ടാക്കാനുള്ള കഴിവും ആരോഗ്യവും നമുക്ക് നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തിനെ മറന്ന് നമ്മൾ ജീവിക്കാൻ പാടില്ല. അദ്ദേഹം നിന്നോട് ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ. ആത്മാർത്ഥമായി അദ്ദേഹത്തെ പ്രാർത്ഥിക്കുക. അദ്ദേഹം നിനക്ക് നീ ചോദിക്കുന്നതിനധികം നൽകും. നിനക്ക് ചുറ്റുമുള്ളവരെല്ലാവരും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കുന്നത് കണ്ട് കൊതിയോടെ നിനക്കിരുന്നാൽ മതിയോ? നിനക്കതൊന്നും വേണ്ടേ? കടകളിൽ പോയി നിനക്കിഷ്ടമുള്ള വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ വില കൂടിയതിൻ്റെ പേരിൽ എത്ര തവണ നീ മാറ്റിവെച്ചിട്ടുണ്ട്? നിനക്കിഷ്ടമുള്ള വാഹനങ്ങൾ നിനക്ക് വാങ്ങിക്കാൻ പറ്റുന്നില്ല. നിനക്കൊരു വീട് വയ്ക്കാൻ പറ്റുന്നില്ല. ഇതിനെല്ലാം പണം ആവശ്യമാണല്ലേ കുഞ്ഞേ? ഇന്നു മുതൽ 7 ദിവസം നീ എന്നെ വിശ്വസിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. നിനക്ക് അത്ഭുതം കാണാൻ സാധിക്കും. കർത്താവിനെ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നീ 5 രൂപ നാണയം എടുക്കുക. ആ നാണയം നീ നെഞ്ചോട് ചേർത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ കഷ്ടതകളെല്ലാം നിനക്കറിയാമല്ലോ. നീ എന്നെ സമ്പൽ സമൃദ്ധനായി തീർക്കണമേ എന്ന്. ഈ നാണയത്തോടൊപ്പം നീ ഒരു വെള്ള ഷീറ്റ് പേപ്പറിൽ ഞാൻ പറയുന്നത് പോലെ എഴുതണം. കർത്താവ് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. ഞാൻ സമ്പൽ സമൃദ്ധനായി തീർന്നിരിക്കുന്നു. കർത്താവേ നന്ദി. എന്നിട്ട് ഈ പേപ്പർ കൂടി 5 രൂപ നാണയത്തിനോടൊപ്പം വെച്ച് ഒരു ചെറിയ ബോക്സിലാക്കി നിൻ്റെ അലമാരയിൽ സൂക്ഷിക്കുക. എല്ലാ ദിവസവും രാവിലെ